ഇതാണോ ഇനിയിപ്പോൾ 4D ചെസ്സ്, അതോ ഇവരുടെയൊക്കെ കിളി പോയതാണോ? എന്താണെന്ന് ഒരു പിടിയില്ല, എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ മനസ്സിലാവുന്നത് കമൻറ്റ് ചെയ്യും. ട്രംപ് ആദ്യം വന്നിട്ട് പറഞ്ഞു ഇനി ഇറാനിൽ നെഗോഷിയേറ്റ് ചെയ്യാൻ ആരും ബാക്കിയില്ല, ഇറാൻ്റെ ഒഫീഷ്യൽസ് എല്ലാം മരിച്ചു, ഞങ്ങൾ കൊന്നു, ഇനി യുദ്ധം ഞങ്ങൾ ജയിച്ചു, ഞങ്ങൾക്ക് സംസാരിക്കാൻ കൂടെ അവിടെ ഇനി ആരും ബാക്കിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ കുറേ ബോംബൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ ഇനിയിപ്പോൾ അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ അടുത്ത കാര്യം പറയുന്നു. ഞങ്ങൾ ഇറാൻ്റെ ഒരാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതാരാണ് സാർ എന്ന് റിപ്പോർട്ടർ ചോദിക്കുമ്പോൾ അതാരാണെന്ന് പുറത്ത് പറയാൻ പറ്റില്ല, പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൊല്ലും എന്നാണ് പറയുന്നത്. ആരാണ്, ഇസ്രയേലുകാരാണോ അതോ ഇറാഖുകാരൻ്റെ ആണോ കൊല്ലുന്നത് എന്ന് പറഞ്ഞിട്ടില്ല, അവർ കൊല്ലും എന്നാ ട്രംപ് പറയുന്നത്. അപ്പോൾ ആരോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളല്ലേ ഇന്നലെ, അല്ല അത് കുഴപ്പമില്ല, ഇന്നലെ എല്ലാവരും മരിച്ചു, ഇന്ന് പെട്ടെന്ന് ഒരാൾ വന്നു അവരോട് സംസാരിക്കുന്നുണ്ട്. ചേടാ അടുത്ത ദിവസം എന്ന് പറയണു 48 മണിക്കൂർ സമയം തരും, അതിൻ്റെ ഉള്ളിൽ ആ സ്ട്രെയിറ്റ് ഓഫ് ഹോർമസ് തുറന്നില്ലെങ്കിൽ നിങ്ങളുടെ ഈ കരണ്ടും നിങ്ങളുടെ എല്ലാ ഈ ബേസിക് ഫെസിലിറ്റീസിനൊക്കെ ഞങ്ങൾ ആക്രമിക്കും, പവർ പ്ലാന്റൊക്കെ തകർക്കും, ഈ മര്യാദയ്ക്ക് തുറന്നോ എന്നാണ് ട്രംപ് പറയുന്നത്. 48 മണിക്കൂറിൽ എന്തെങ്കിലും നടക്കും എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇരിക്കുമ്പോൾ കുറച്ച് അടുത്ത ദിവസം കഴിഞ്ഞിട്ട് വന്ന് പറയാണ് 5 ദിവസം സീസ് ഫയർ, ഞങ്ങൾ ഇറാൻ്റെ ഒരാളുമായിട്ട് സംസാരിച്ചു, പുള്ളി ഫുൾ ഓക്കെ ആക്കിയിട്ടുണ്ട്, ഇനി ഒരു പ്രശ്നമില്ല, 5 ദിവസം സീസ് ഫയർ എല്ലാം നിർത്തിവെച്ചു എന്നാണ് ട്രംപ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇറാൻകാരുടെ അടുത്ത് അപ്പോൾ സീസ് ഫയർ ഉണ്ടോ എന്ന് ഇറാൻകാർ ചോദിക്കും. ഇറാൻകാർ പറയുന്നത് ഇറാനിലെ ഒരാളോടാണ് പുള്ളി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പുള്ളി വന്നിട്ട് സീസ് ഫയറാ, സംസാരമോ, ഏത് സംസാരം, ഞങ്ങൾ അങ്ങനെ സംസാരിച്ചിട്ടേ ഇല്ല, ഒരു സീസ് ഫയറും ഇല്ല, ഒന്നുമില്ല, ഇത് ഇയാൾ എന്തൊക്കെയോ പറയുന്നത്, അതൊന്നും മൈൻഡ് ചെയ്യേണ്ടതെന്നാണ് ഇറാൻകാർ പറയുന്നത്. ഇറാനിലെ ഒരാളും കൺഫേം ചെയ്തിട്ടില്ല ഇതുവരെ ഇങ്ങനെ ഒരു സീസ് ഫയർ ഉണ്ടെന്നും ഈ അമേരിക്കയായിട്ട് നെഗോഷിയേറ്റ് ചെയ്തു എന്നും. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ നെതന്യാഹു ബിബി ആശ വന്നിട്ട് പറയുകയാണ്, നിങ്ങൾ സീസ് ഫയറോ നിങ്ങൾ നെഗോഷിയേറ്റോ നിങ്ങൾ എന്തോ ചെയ്തോ അതൊന്നും ഞങ്ങളെ ബാധിക്കുന്നില്ല, IDF കാരും ഇസ്രയേലുകാരും ഞങ്ങളുടെ മിഷൻ ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യാണ്, ഞങ്ങൾ മിസൈൽ വിടും, നിങ്ങൾ പോവുക തിരിച്ചു പോവുക എന്ത് വേണമെങ്കിൽ ചെയ്തോ, ഞങ്ങളെ നോക്കണ്ട, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട് എന്നാണ് നെതന്യാഹു പറയുന്നത്. അപ്പോൾ ഇപ്പോൾ എന്താണ് നടക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും അറിയില്ല. ഇന്നലെയും ഇറാൻകാർ മിസൈൽ വിട്ടിട്ടുണ്ട്, ഇസ്രായേലുകാരും എന്തൊക്കെയോ മിസൈൽ വിട്ടിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയോ നടക്കുന്നുണ്ട്, എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും അറിയില്ല.